സ്മോക്കിംഗ് ഒന്നും ഇല്ലാത്ത, അധികം ഡ്രിങ്കിങ് ഹാബിറ്റ്സ് ഒന്നും ഇല്ലാത്ത, സ്ഥിരമായിട്ട് ജിമ്മിലൊക്കെ പോകുന്ന, നല്ല ഫിറ്റ്നസ് ഒക്കെ ശ്രദ്ധിക്കുന്ന ഒരാൾക്ക് ഷുഗർ, ഡയബറ്റിക്സ് വരില്ലേ? വരാൻ ചാൻസ് ഉണ്ട് തീർച്ചയായിട്ടും. ബിക്കോസ് നമ്മുടെ പറഞ്ഞ പോലെ നമ്മുടെ ജെനറ്റിക് ഹിസ്റ്ററി, ഫാമിലി ഹിസ്റ്ററി ഉള്ള ആൾക്കാർക്കും ചില പേർക്ക് ഇപ്പോൾ ഒബീസ് അല്ലെങ്കിലും ഓവർ വെയ്റ്റ് അല്ലെങ്കിലും ചിലവർ നമ്മൾ ലീൻ ഡയബറ്റിക് പേഷ്യൻസിനെ കാണാറുണ്ട്. ഓക്കെ. അപ്പോൾ അവർക്ക് ചിലപ്പോൾ ഒരു ഇൻസുലിൻ സെക്രീഷൻ്റെ ഒരു ഡിഫക്റ്റും ഉണ്ടാവാം. ഇൻസുലിൻ റെസിസ്റ്റൻസ് മാത്രം ഉണ്ടാവണം എന്നില്ല. ചിലപ്പോൾ പാൻക്രിയാസിൽ നിന്ന് കറക്റ്റായിട്ട് ഇൻസുലിൻ ചിലപ്പോൾ വരുന്നുണ്ടാവില്ല. സോ അങ്ങനത്തെ പേഷ്യൻസിന് നമ്മൾ കാണാറുണ്ട്. എല്ലാവരുടെയും ഈ ഡയബറ്റിക് എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും പേടിയുള്ള ഒരു കാര്യം, ഈ ഡയബറ്റിക് മെഡിസിൻ കഴിച്ച പ്രശ്നമാണെന്നുള്ളൊരു ധാരണയുണ്ടാകും. അതായത് നമ്മൾ ഈ ഡയബറ്റിക് മെഡിസിൻ കഴിക്കുന്നത് കൊണ്ട് നമ്മളെ ലിവറിനെയോ ഒക്കെ ബാധിച്ച് കിഡ്നിയൊക്കെ ബാധിച്ചേക്കാം എന്നുള്ളത്, ഇത് എത്രമാത്രം വാസ്തവമുണ്ട്? ഇതിനെ എത്രമാത്രം പേടിക്കേണ്ട കാര്യമുണ്ടോ? അത് പലപ്പോഴും നമ്മൾ പല പേഷ്യൻസും പറഞ്ഞൊരു പോയിന്റാണ്. നമ്മൾ ഡയബറ്റീസ് കണ്ടുപിടിച്ചത് ഒരു 5 വർഷം മുമ്പേ. പക്ഷേ ഞാൻ അന്ന് വിചാരിച്ചു ബോർഡർ ലൈൻ ഷുഗർ ആയതുകൊണ്ട് ഡയറ്റും എക്സസൈസും വെച്ച് കൺട്രോൾ ചെയ്യും. കുറച്ചു കാലം കൺട്രോൾ ചെയ്തു. പിന്നെ പക്ഷേ ഞാൻ നോക്കുമ്പോൾ ഷുഗർ കൂടില്ല. പക്ഷേ മരുന്ന് കഴിക്കാൻ പേടിയുള്ളതുകൊണ്ട് ഞാൻ കഴിച്ചു തുടങ്ങിയില്ല. അപ്പോൾ ഡയബറ്റീസ് ഒരു 5 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ മരുന്ന് കഴിക്കാൻ തുടങ്ങിയത്. എന്നൊക്കെ പല പേഷ്യൻസും ഹിസ്റ്ററി വരുന്നത്. അത് കാരണം നിങ്ങൾ പറഞ്ഞ പോലെ ആ പേടി കാരണം. അപ്പോൾ ശരിക്കും എന്താ ഫാക്റ്റ്? ഈ 5 വർഷം അദ്ദേഹം ഡയബറ്റീസിന് മരുന്നൊന്നും കഴിക്കാതെ ആ ഷുഗർ കൂട്ടി വെച്ചുകൊണ്ടിരുന്നു. ഈ അൺകൺട്രോൾ ഷുഗേഴ്സാണ് അൾട്ടിമേറ്റ്ലി നമ്മളെ കിഡ്നിക്കും ലിവറിനും ഡാമേജ് ഉണ്ടാക്കുന്നത്. കാരണം അതിൻ്റെ ഗ്ലൂക്കോടോക്സിസിറ്റി കാരണം ചെറിയ ബ്ലഡ് വെസലിനൊക്കെ അത് അറ്റാക്ക് ചെയ്യുകയും അത് കാരണം ഡാമേജ് വരികയും ചെയ്യുന്നത്. ഓക്കെ. അപ്പം ആ പേഷ്യൻസിന് ചിലപ്പോൾ മരുന്ന് കഴിക്കുന്നതിന് മുമ്പ് തന്നെ ചിലപ്പോൾ ക്രിയാറ്റിൻ കൂടുതലുണ്ടാവാം, അല്ലെങ്കിൽ ചിലപ്പം അവർക്ക് പ്രോട്ടീൻ ലീക്ക് തുടങ്ങിയിട്ടുണ്ടാവാം. അപ്പോൾ ബേസിക്കലി ഡയബറ്റീസ് ആണ് കിഡ്നി ഡിസീസ് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ലിവർ ഡിസീസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ മരുന്ന് കഴിക്കുമ്പോൾ പലപ്പോഴും എന്താണെന്ന് പറഞ്ഞാൽ ഇത് മരുന്നുകളൊക്കെ പലപ്പോഴും ടെസ്റ്റുകളൊക്കെ കഴിഞ്ഞിട്ടാണ് നമുക്ക് മാർക്കറ്റിലോട്ട് വരുന്നത്. അപ്പോൾ അതൊക്കെ കിഡ്നിക്ക് സേഫ് ആയിരിക്കും. ടോക്സിറ്റുള്ള മരുന്നുകൾ കൊടുക്കാൻ പാടില്ല. അങ്ങനെയാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ പല മെഡിസിൻസും ഡയബറ്റീസിന് കഴിക്കുന്ന മെഡിസിൻസ് കിഡ്നിയെ പ്രൊട്ടക്ട് ചെയ്യുന്ന മെഡിസിൻസാണ്. നമുക്കത് അറിയില്ല. അത് ഓക്കെ. അപ്പോൾ നമുക്ക് SGLT2 ഇൻഹിബിറ്റർ എന്ന് പറഞ്ഞ ഗുളികകൾ കഴിക്കുമ്പോഴോ അല്ലെങ്കിൽ GLP-1 റിസപ്റ്റർ അഗണിസ്റ്റ് എന്ന ഗുളികകൾ കഴിക്കുമ്പോഴോ അല്ലെങ്കിൽ മെഡിസിൻസ് എടുക്കുമ്പോഴൊക്കെ കിഡ്നിയെ പ്രൊട്ടക്ട് ചെയ്യുക ശരിക്കും ചെയ്യുന്നത്. അപ്പോൾ അത് പലർക്കും അറിവില്ലായ്മ കൊണ്ട് സംഭവിക്കുന്നത്. ഓക്കെ. അപ്പോൾ വേറെ സിറ്റുവേഷൻ ഉണ്ട്. ഞാൻ ഡയബറ്റീസിൻ്റെ മരുന്ന് കഴിക്കുന്നു തുടക്കം മുതൽ. പക്ഷേ ഒരു 2 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ കിഡ്നി ഫംഗ്ഷൻ നോക്കുമ്പോൾ എൻ്റെ കിഡ്നിക്ക് ഡാമേജ് വന്നു. അത് ഞാൻ ഡയബറ്റീസിൻ്റെ മരുന്ന് കഴിച്ചുകൊണ്ടാണോ എന്നുള്ള അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോഴും പ്രശ്നം എന്താ പറഞ്ഞാൽ അവരുടെ ഷുഗറിൻ്റെ എത്രത്തോളം കൺട്രോൾ ഉണ്ടായിരുന്നു, അവർക്ക് BP ഉണ്ടായിരുന്നു, കൊളസ്ട്രോൾ ഉണ്ടായിരുന്നു. ഈ മൾട്ടിപ്പിൾ ഫാക്ടേഴ്സാണ് ശരിക്കും കിഡ്നിക്കും ലിവറിനും ഡാമേജ് ഉണ്ടാക്കുന്നത്, ഗുളികളല്ല. അല്ല. പിന്നെ ഇതിൽ തെറ്റിദ്ധാരണ വരാനൊരു വലിയ കാരണം നമ്മൾ കിഡ്നിക്ക് തകരാറ് വന്നു കഴിയുമ്പോൾ പലരോടും മരുന്ന് കുറയ്ക്കാനോ നിർത്താനോ പറയാറുണ്ട്. അപ്പം അത് കേൾക്കുമ്പോൾ പേഷ്യൻസിന് ഒരു മിസ്കൺസെപ്ഷൻ വരുമോ. പക്ഷെ അതിന്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ മിക്കവാറും നമ്മുടെ ശരീരത്തിലെല്ലാം പ്യൂരിഫിക്കേഷൻ നടക്കുന്നത് നമ്മുടെ കിഡ്നി കൂടെയോ ലിവർ കൂടെയോ. നമ്മൾ ഈ കഴിക്കുന്ന മരുന്നും പുറത്തേക്ക് പോകുന്നത് കിഡ്നി യൂറിനിക്കൂടെയോ അല്ലെങ്കിൽ ലിവർ ഡീടോക്സിഫൈ ചെയ്തിട്ടാണ്. അപ്പം ലിവറിനോ കിഡ്നിക്കോ തകരാറുള്ള ആൾക്കാർക്ക് ആ മരുന്നുകൾ അവിടെ രക്തത്തിൽ തന്നെ തങ്ങി നിൽക്കാൻ ചെറിയൊരു സാധ്യതയുണ്ട്. എന്ത് സാധനവും കൂടുതലായിട്ട് അമിതമായി തങ്ങി നിന്ന് അമിതമായ അമൃതം വിഷം എന്നാണല്ലോ. അല്ല, മരുന്നും കൂടുതൽ അളവിൽ രക്തത്തിൽ തങ്ങി നിന്നാൽ അത് നല്ലതല്ല. എല്ലാത്തിനും അതിന്റെ ഒരു ഡോസ് ഉണ്ട്. അപ്പൊ അതനുസരിച്ച് കിഡ്നിയുടെ പ്രവർത്തനം കുറയുന്നതനുസരിച്ച് നമുക്ക് ചിലപ്പോൾ മരുന്നിന്റെ ഡോസ് കുറയ്ക്കാനോ അല്ലെങ്കിൽ ചില മരുന്നുകൾ നിർത്തേണ്ട ആവശ്യം വരാം. അപ്പൊ ആ ഒരു കാര്യം കൂടി പലപ്പോഴും ഈ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കാറുണ്ട് ആൾക്കാരുടെ ഇടയിൽ. ഓക്കെ. അതുപോലെ തന്നെ ഞാൻ കേട്ടിട്ടുള്ളത്, അതായത് നമ്മൾ ഡയബറ്റിക് മെഡിസിൻസ് എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ വെയിറ്റ് കൂടാനുള്ള സാധ്യത കൂടുതലാണ്. അതും കൂടെ ഈ പേഷ്യൻസിനെ ബാധിക്കാറുണ്ട്, ഈ മെഡിസിൻസ് ഇൻടേക്ക് ചെയ്യാൻ വേണ്ടി. ഇത് എത്രമാത്രം സത്യമാണ്? ശരിയാ. ചില ഗുളിക വെയിറ്റ് കൂട്ടാം. ഡയബറ്റീസിൻ്റെ ഗുളിക സൾഫനൈൽ യൂറിയ എന്ന് പറഞ്ഞൊരു ഗുളികയുണ്ട്. അത് കുറച്ച് വെയിറ്റ് കൂട്ടാൻ പറ്റും. ആൻഡ് ഓൾസോ എസ്പെഷ്യലി ഇൻസുലിൻ. ഇപ്പോൾ കുറേ നാൾ ഷുഗർ അൺകൺട്രോൾഡ് ആയ ആൾക്കാർക്ക് കുറേ വെയിറ്റ് കുറയും. അപ്പോൾ നമ്മൾ ഈ ഗുളിക അല്ലെങ്കിൽ ഇൻസുലിൻ തുടങ്ങുമ്പോൾ ചിലവരുടെ വെയിറ്റ് കൂടാറുണ്ട്. സോ അതൊരു ഭാഗമായിട്ട് നമുക്ക് ഷുഗർ ഇമ്പ്രൂവ്മെൻറ്റ് കാരണം വെയിറ്റ് കൂടാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഗുളിക അല്ലെങ്കിൽ ഇൻസുലിൻ്റെ ഭാഗമായിട്ട് വെയിറ്റ് കൂടാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ചില ടാബ്ലറ്റ്സ് വെയിറ്റ് കുറയ്ക്കുന്നതാണ്. ഇപ്പോൾ പുതിയ പറഞ്ഞ പോലെ GLP-1 റിസപ്റ്റർ അഗോണിസ്റ്റ് എന്ന് പറഞ്ഞൊരു പുതിയ ഗ്രൂപ്പ് ഓഫ് മെഡിസിൻസ് ഉണ്ട്. അപ്പോൾ അത് വെയിറ്റ് കുറയ്ക്കുന്നതാണ്. അതല്ലാതെ SGLT2 ഇൻഹിബിറ്റേഴ്സ് എന്ന് പറഞ്ഞൊരു ഗുളികയുണ്ട്. സോ അത് നമ്മളുടെ വെയിറ്റ് കുറയ്ക്കുന്നതാണ്. സോ 2 തരം കാണാറുണ്ട്. പക്ഷേ അതൊരു സൈഡ് എഫക്റ്റ് എന്ന് പറയാം. അത് നമ്മുടെ സൾഫനൈൽ യൂറിയ അല്ലെങ്കിൽ ഇൻസുലിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് ആയിട്ട് വെയിറ്റ് കൂടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ. ഇതുകൊണ്ട് ആളുകൾ മടിക്കുന്ന കേസ് അതുകൊണ്ട് അപ്പം നമ്മൾ സാധാരണ ഒരു പേഷ്യൻറ്റിനെ നമ്മൾ വരുമ്പം തന്നെ പണ്ട് നമ്മൾ എപ്പോഴും പറയും എങ്ങനെയെങ്കിലും ഷുഗർ കുറയ്ക്കുക, അങ്ങനെ ഒരു എയിമായിരുന്നു ട്രീറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. പക്ഷെ ഒരു കഴിഞ്ഞൊരു 10 വർഷം 20 വർഷം നോക്കുകയാണെങ്കിൽ പേഷ്യൻസിൻ്റെ പ്രൊഫൈൽ വെച്ചിട്ടാണ് ട്രീറ്റ്മെൻറ്റ്. എല്ലാവർക്കും ഇൻഡിവിജ്വലൈസ് ട്രീറ്റ്മെൻറ്റ്, എല്ലാവർക്കും ഒരേ മരുന്നല്ല. ഓക്കെ. അപ്പം ബോഡി വെയിറ്റ് കൂടിയ ഒരാളാണ് ഡയബറ്റീസ് ആയിട്ട് വരുന്നതെങ്കിൽ നമുക്ക് ഷുഗർ കൺട്രോൾ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ അദ്ദേഹത്തിൻ്റെ ബോഡി വെയിറ്റും കുറയ്ക്കണം എന്നുള്ളതാണ് നമ്മളുടെ ട്രീറ്റ്മെൻറ്റ് എയിം. ഓക്കെ.
അപ്പം അപ്പോൾ അതേ സമയത്ത് മെലിഞ്ഞ ഒരാളാണ് ഡയബറ്റീസ് ആയിട്ട് വരുന്നത്, അദ്ദേഹത്തിന് ഷുഗർ കൺട്രോൾ ആവും വേണം, എന്നാൽ അദ്ദേഹത്തിന് ബോഡി വെയിറ്റ് ലോസ് ഉണ്ടാവാനും പാടില്ല. അപ്പം അതിനനുസരിച്ച് നമുക്ക് മരുന്നുകൾ സെലക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ. ഈ ഇൻസുലിൻ എന്ന് പറയുമ്പോഴേ എല്ലാവർക്കും ഇൻസുലിൻ സജസ്റ്റ് ചെയ്താലും ഈ പറഞ്ഞ പോലെ പേടി, അത് ലാസ്റ്റ് സ്റ്റെപ്പായിട്ടാണ് ആൾക്കാർ കാണുന്നത്. ഇൻസുലിൻ നിങ്ങൾ അഡ്വൈസ് ചെയ്യുന്നത് ആക്ച്വലി ഡയബറ്റിക് പേഷ്യൻറ്റിന് ഏത് സ്റ്റേജിലാണ്? അതൊരു ലാസ്റ്റ് സ്റ്റേജിലേക്ക് വരുമ്പോൾ മാത്രം നിങ്ങൾ പ്രിഫർ ചെയ്യുന്നതാണോ? അപ്പോൾ അത് ആക്ച്വലി പല ടൈപ്പ് ഡയബറ്റീസ് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ ഈ ടൈപ്പ് 1 ഡയബറ്റീസ് എന്നൊക്കെ പറഞ്ഞ അവസ്ഥ അതിപ്പോൾ കുട്ടികളിലും കൗമാരപ്രായത്തിലൊക്കെയാണ് കൂടുതലും കാണാറ്. പക്ഷേ ഏത് പ്രായത്തിലുള്ള ആൾക്കും വരാം. ഇൻഫാക്ട് വയസ്സായ ആൾക്കാർക്കും ചിലപ്പോൾ ടൈപ്പ് 1 ഡയബറ്റീസ് വരാം, ചെറിയ ശതമാനമാണെങ്കിലും. ഇപ്പോൾ ടൈപ്പ് 1 ഡയബറ്റീസിൽ നമ്മുടെ പാങ്ക്രിയാസിന്റെ ശേഷി ഏകദേശം മൊത്തത്തിൽ നിലച്ചു കഴിഞ്ഞു. ഏകദേശം ഒരു 90% കൂടുതൽ പാങ്ക്രിയാസിന്റെ ശേഷി നശിച്ചു കഴിയുമ്പോഴാണ് ഈ ഷുഗർ കൂടി തുടങ്ങുക. അപ്പോൾ ഈ മരുന്നുകളൊക്കെ നമ്മൾ കൊടുക്കുന്നത് പൊതുവേ പാങ്ക്രിയാസിന് ഇൻസുലിൻ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കാൻ പ്രചോദനം നൽകുന്ന, അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിന്റെ ആക്ഷൻ കൂട്ടിയിട്ടാണ് ഈ മരുന്നുകളൊക്കെ പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ പാങ്ക്രിയാസിന് ശേഷിയില്ല, ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാൻ തീരെ ശേഷിയില്ല, അല്ലെങ്കിൽ ഇൻസുലിൻ ഉൽപ്പാദനം 0 ആണെങ്കിൽ നമ്മൾ ഈ മരുന്നുകൾ കഴിച്ചുകൊണ്ട് യാതൊരു കാര്യമില്ല. അപ്പോൾ അവർക്ക് ഇൻസുലിൻ മാത്രമേ നമുക്ക് വഴിയുള്ളൂ. അപ്പോൾ ടൈപ്പ് 1 ഡയബറ്റീസ് ഉള്ള ആൾക്ക് തുടക്കം തൊട്ടേ ഇൻസുലിൻ വെച്ചാലേ ഷുഗർ കൺട്രോൾ ആവുള്ളൂ. ഇൻഫാക്ട് അത് ഡയഗ്നോസ് ചെയ്യാൻ അതൊരു വലിയ പോയിന്റാണ്. ടൈപ്പ് 2 ഡയബറ്റീസ് അതാണല്ലോ സാധാരണയായിട്ടുള്ളത്. ഇപ്പോൾ ടൈപ്പ് 2 ഡയബറ്റീസിലാണ് നമ്മൾ കണ്ടുപിടിക്കുന്ന സമയത്ത് ഏകദേശം 50% നമ്മുടെ പാങ്ക്രിയാസിന്റെ ഫംഗ്ഷൻ നിലച്ചിട്ടുണ്ടാവും. അപ്പോഴാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോഴാണ് ഷുഗർ കൂടി തുടങ്ങാം. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഗുളികൾ കൊടുക്കാം, ബാക്കിയുള്ള 50% ഫംഗ്ഷന് കൂട്ടാനോ അല്ലെങ്കിൽ ഉണ്ടാക്കുന്ന ഇൻസുലിൻ്റെ ഇഫക്റ്റ് കൂട്ടാൻ. പക്ഷേ ക്രമേണ ഈ ബീറ്റാ സെല്ലാണ് ഇൻസുലിൻ ഉൽപ്പാദിക്കുന്ന കോശങ്ങൾ. അപ്പോൾ അവരുടെ ഫംഗ്ഷൻ കുറഞ്ഞു വരും, ഒരു 5% പെർ ഇയർ എന്നുള്ള നിരക്കിൽ. അപ്പോൾ ഏകദേശം ഒരു 10 കൊല്ലമൊക്കെ കഴിയുമ്പോഴേക്കും നമ്മുടെ പാങ്ക്രിയാസിന്റെ ഫംഗ്ഷൻ ഏകദേശം മൊത്തത്തിൽ നിലച്ചിട്ടുണ്ടാവും, ടൈപ്പ് 2 ഡയബറ്റീസ് ആണെങ്കിൽ പോലും. അപ്പോൾ ആ ഒരു സമയം കഴിയുമ്പോൾ നമുക്ക് ഇൻസുലിൻ അല്ലാതെ വേറെ വഴിയില്ല. അപ്പോൾ നമുക്ക് ഇൻസുലിൻ തുടങ്ങേണ്ടി വരും, ഗുളികളുടെയൊക്കെ ഫലം കുറഞ്ഞിട്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ തന്നെ നമ്മൾ നന്നായി ഷുഗർ കൺട്രോൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പാങ്ക്രിയാസിന്റെ ഫംഗ്ഷൻ ബെറ്റർ ആയിരിക്കും. ആദ്യം തൊട്ടേ നമ്മൾ നന്നായി മരുന്നൊക്കെ കഴിച്ച് അല്ലെങ്കിൽ എക്സസൈസ് ചെയ്ത് ഡയറ്റ് ചെയ്ത് ഷുഗർ നല്ല നിയന്ത്രണത്തിൽ വെച്ചാൽ പാങ്ക്രിയാസ് കൂടുതൽ നാളും പ്രവർത്തിക്കും. പക്ഷെ ആദ്യം നമ്മുടെ കൺട്രോൾ മോശമാണെങ്കിൽ നമുക്ക് ഇൻസുലിൻ തുടങ്ങേണ്ട സാധ്യത നേരത്തെ വരും. ഇതിൻ്റെ ഒരു പലപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്താണ്, ഇൻസുലിൻ ഏറ്റവും ലാസ്റ്റ് സ്റ്റേജിലാണോ തുടങ്ങുന്നത് എന്നുള്ളതാണ് നിങ്ങളുടെ ഒരു മെയിൻ ഡൗട്ട് ഉണ്ടായിരുന്നു. പലപ്പോഴും അങ്ങനെയല്ല. പലപ്പോഴും നമ്മൾ പേഷ്യൻറ്റിനോട് പറയുമ്പോഴും നിങ്ങളിപ്പം ഇൻസുലിൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ സമയത്തുള്ള ബ്ലഡ് ഷുഗർ വാല്യൂ ചിലപ്പോൾ കണ്ടിട്ടായിരിക്കും. ഭയങ്കര ഹൈ ഷുഗേഴ്സ്, ആ പേഷ്യൻ ഭയങ്കര സിംറ്റംസ് ഉണ്ടാവുന്നു, മൂത്രമൊഴിക്കും ഭയങ്കരമായിട്ട് കൂടുതലായിട്ട് മൂത്രം പോകുന്നു, ഭയങ്കരമായിട്ട് അമിതമായ ദാഹം വരുന്നു. ഇതൊക്കെ കാണിക്കുന്നത് ബോഡിയിൽ ഇൻസുലിൻ ഡെഫിഷ്യൻസി കാണിക്കുന്നുണ്ട്, ഹൈ ഷുഗേഴ്സാണ് കാണിക്കുന്നത്. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഒരു ടെമ്പററി ആയിട്ട് ഇൻസുലിൻ കൊടുത്തിട്ട് ഷുഗേഴ്സ് കൺട്രോൾ ആയതിനു ശേഷം ചിലപ്പോൾ അവർക്ക് ഗുളികൾ മാത്രം മതിയാവും. അപ്പം ഞാൻ